Welcome. Surface Chemistry. Section 3. Colloids. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33. Write a note on colloids. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൊളോയിഡ്സ് ആണ്. ഓരോ പോയിന്റായിട്ട് നോക്കാം. കൊളോയിഡ്സ് ആർ സിസ്റ്റംസ് in which particle size is in between 1 to 1000 നാനോമീറ്റർ. പാർട്ടിക്കിളിൻ്റെ സൈസ് വലുപ്പം 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്കുള്ള സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്സ്. Colloids are systems in which particle size is in between 1 to 1000 നാനോമീറ്റർ. സൊല്യൂഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതിലെ പാർട്ടിക്കിളിൻ്റെ വലുപ്പം വളരെ 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 കുറവാണ്. 1 നാനോമീറ്ററിൽ താഴെയാണ് പാർട്ടിക്കിളിൻ്റെ സൈസ്. ലാബിൽ റിയാക്ഷൻസ് നടത്തുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടാറുണ്ട്. പ്രസിപ്പിറ്റേറ്റ് ഒരു സിസ്റ്റമാണ്. അത്തരം സിസ്റ്റങ്ങളെ സസ്പെൻഷൻ എന്നാണ് വിളിക്കുന്നത്. സസ്പെൻഷനിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുതലായിരിക്കും. പാർട്ടിക്കിളിൻ്റെ സൈസ് 1000 നാനോമീറ്ററിൽ കൂടുതലായിരിക്കും. അപ്പോൾ സൊല്യൂഷൻ ഒരു സിസ്റ്റമാണ്, സസ്പെൻഷൻ ഒരു സിസ്റ്റമാണ്. അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് ആർ സിസ്റ്റംസ് ഇൻ വിച്ച് പാർട്ടിക്കിൾ സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ. കൊളോയിഡിന് ഒരു ഉദാഹരണം പറയാം. മഡ്ഡി വാട്ടർ, മണ്ണ് വെള്ളം, ചെളിവെള്ളം. എങ്ങനെയാണ് മഡ്ഡി വാട്ടർ ഉണ്ടാവുന്നത്? വെള്ളത്തിൽ മണ്ണ് ഇട്ടാൽ മഡ്ഡി വാട്ടറായി. വെള്ളത്തിനെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്നാണ് വിളിക്കുക. ഡിസ്പേർഷൻ മീഡിയം. മണ്ണ് അതിൽ വിതറുകയാണ്, ഡിസ്പേഴ്സ് ചെയ്യുകയാണ്. അപ്പം മണ്ണ് എന്ന് പറയുന്നതിനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചെളിവെള്ളം ഒരു കൊളോയിഡാണ്. അതിൽ 2 ഫേസുകളുണ്ട്, ഡി പിയും ഡി എമ്മും. ഡി പിയും ഡി എമ്മും. ഡി പി എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡി എം എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം. മഡ്ഡി വാട്ടറിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്? മഡ്. അതിലെ ഡിസ്പേർഷൻ മീഡിയം ഏതാണ്? വാട്ടർ. അപ്പോൾ നോക്കൂ, കൊളോയിഡിനൊരു എക്സാമ്പിൾ മഡ്ഡി വാട്ടർ. അതെങ്ങനെയാണ് കിട്ടുന്നത്? മഡ് എന്ന് പറഞ്ഞാൽ മണ്ണ്. മഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. മണ്ണ് വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യുകയാണ്, വിതറുകയാണ്. മഡിനെ വിളിക്കുന്ന പേര് നോക്കൂ, മഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഈസ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ കൊളോയിഡുകൾക്ക് 2 ഫേസുകളുണ്ട്, ഡി പിയും ഡി എമ്മും. കൊളോയിഡുകൾക്ക് 2 ഫേസുകളുണ്ട്, ഡി പിയും ഡി എമ്മും. അങ്ങനെ 2 ഫേസുകൾ ഉള്ളത് കൊണ്ട് കൊളോയിഡുകൾ ഹെട്രോജീനിയസ് ആണ്. 2 ഫേസുകൾ ഉള്ളത് കൊണ്ട് കൊളോയിഡ്സ് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, മറ്റൊരു ഡെഫിനേഷനും കൂടി എഴുതിയിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ പഠിക്കാം. ആദ്യത്തെ ഡെഫിനേഷൻ പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഇത് പഠിക്കാം. എ കൊളോയിഡ് ഈസ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റാൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ്. അതിനെ വിളിക്കുന്ന പേര് ഡിസ്പേഴ്സ്ഡ് ഫേസ്.
ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റാൻസ്. അതിനെ വിളിക്കുന്നത് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിൽ വളരെ ചെറിയ പാർട്ടിക്കിളായിട്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോഴാണ് കൊളോയിഡ് കിട്ടുന്നത്. അപ്പോൾ കൊളോയിഡ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. അതിന് 2 ഫേസ് ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാകും. A colloid is a heterogeneous system in which one substance is dispersed as very fine particles in another substance. മഡി വാട്ടർ നമ്മൾ കണ്ടു. വെള്ളത്തിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് മഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് മഡി വാട്ടർ, ചെളിവെള്ളം ഉണ്ടാവുന്നത്. ഇതൊരു കൊളോയിഡാണ്. ഓക്കെ, 1-2 നോട്ടുകൾ എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടെ താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിക്കാം. സസ്പെൻഷൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സസ്പെൻഷൻസ് ഹാവ് പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. പാർട്ടിക്കിൾ സൈസ് കൂടുതലായിരിക്കും. പ്രസിപ്പിറ്റേറ്റുകളൊക്കെ സസ്പെൻഷൻ എന്ന് പറയുന്ന ടൈപ്പാണ്. ഇപ്പം മണൽ വെള്ളത്തിലിട്ടു, അതിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കില്ല, കൊളോയിഡ് എന്ന് വിളിക്കില്ല. അതിനെ വിളിക്കാൻ പറ്റിയ പേര് സസ്പെൻഷൻ എന്നാണ്. അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ മണലിട്ടു, മണൽ വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകും. അതിനെ ലായനി എന്ന് വിളിക്കാറില്ല. അതിനെ വിളിക്കേണ്ട പേര് സസ്പെൻഷൻ എന്നാണ്. ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റുകളൊക്കെ സസ്പെൻഷൻ ആണ്. ട്രൂ സൊല്യൂഷൻസ് ഹാവ് പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും, 1 നാനോമീറ്ററിൽ താഴെയായിരിക്കും. സൊല്യൂഷൻസ് എല്ലാം ഹോമോജീനിയസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്. ഡ്യൂ ടു സ്മോൾ സൈസ് ചെറുതായ കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഹാവ് എനോർമസ് സർഫേസ് ഏരിയ പെർ യൂണിറ്റ് മാസ് ആൻഡ് സോ കൊളോയിഡ്സ് പൊസസ് സം യുണീക്ക് പ്രോപ്പർട്ടീസ്. കൊളോയിഡുകൾക്ക് ചില യുണീക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുല്യമായ പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളുണ്ട്. കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ചെറുതാണ്. സൈസ് ചെറുതായതുകൊണ്ട് സർഫേസ് ഏരിയ കൂടും. അതുകൊണ്ട് ഇവർക്ക് ചില പ്രത്യേക പ്രോപ്പർട്ടികൾ ഉണ്ട്. ഡ്യൂ ടു സ്മോൾ സൈസ് colloidal particles have enormous surface area per unit mass and so colloids possess some unique properties. അപ്പോൾ കൊളോയിഡുകൾക്ക് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കും, അത്രയേ വേണ്ട. അടുത്ത ചോദ്യം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻ. നമുക്ക് കൊളോയിഡ്സിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു താരതമ്യത്തിന് വേണ്ടി മറ്റ് 2 സിസ്റ്റങ്ങളെയും കൂടി എഴുതി എന്ന് മാത്രം. നമുക്ക് പഠിക്കാൻ കൊളോയിഡ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു കമ്പാരിസൺ പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ കോളത്തിൽ പ്രോപ്പർട്ടി. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ പരിഗണിക്കുന്നത്? അതാണ് ആദ്യത്തെ കോളത്തിൽ. അടുത്ത കോളത്തിൽ സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ എന്ന് പറയും. അടുത്ത കോളത്തിൽ കൊളോയിഡാണ്. അടുത്ത കോളത്തിൽ സസ്പെൻഷൻ. അപ്പോൾ 3 സിസ്റ്റങ്ങൾ: ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. ഓരോ പ്രോപ്പർട്ടി നോക്കാം. പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിളിൻ്റെ സൈസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൊളോയിഡിൽ എങ്ങനെയായിരിക്കും? പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്കാണ്. ട്രൂ സൊല്യൂഷൻ ആണെങ്കിലോ 1 നാനോമീറ്ററിൻ്റെ താഴെയാണ്. സസ്പെൻഷൻ ആണെങ്കിലോ 1000 നാനോമീറ്ററിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, പാർട്ടിക്കിൾ സൈസ്. അടുത്തത് ടിൻഡാൽ ഇഫക്റ്റ്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ടിൻഡാൽ ഇഫക്റ്റ് കൊളോയിഡ്സ് മാത്രമേ കാണിക്കൂ. ടിൻഡാൽ ഇഫക്റ്റ് കാണിക്കൂ. അതെന്താണെന്ന് പിന്നീട് പറയാം. ബാക്കി 2 പേരും കാണിക്കില്ല. നോട്ട് എഴുതിയെടുക്കാം. ഓക്കെ, സെറ്റിലിംഗ്.
ഓരോരുത്തരും സെറ്റിൽ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സസ്പെൻഷൻ്റെ കാര്യം നോക്കാം. സെറ്റിൽ ഈസിലി അണ്ടർ ഗ്രാവിറ്റി. ഇപ്പം മണൽ വെള്ളത്തിലിട്ടു, വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് മണൽ പെട്ടെന്ന് ചെല്ലും. സെറ്റിൽ ഈസിലി അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയാം. പെട്ടെന്ന് പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യും. ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിലും ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തേക്ക് ഊറിക്കോളും പെട്ടെന്ന് തന്നെ. അപ്പം സെറ്റിൽ ഈസിലി അണ്ടർ ഗ്രാവിറ്റി. ട്രൂ സൊല്യൂഷൻ ആണെങ്കിലോ ഡസ് നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി. നമ്മൾ പഞ്ചസാര വെള്ളം ഉണ്ടാക്കി കുറച്ചു നേരം അനക്കാതെ വെച്ചാൽ പഞ്ചസാരയുടെ പാർട്ടിക്കിൾസ് വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് അടിഞ്ഞുകൂടില്ല, നമുക്കറിയാം. അപ്പം ഡസ് നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി, പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി. മണ്ണ് വെള്ളമാണെങ്കിൽ എങ്ങനെയാണ്? മണ്ണ് വെള്ളം നമുക്കറിയാം, കുറേ നേരം വെച്ചിരുന്നാൽ ആ വെള്ളം തെളിയും. മണ്ണ് മെല്ലെ മെല്ലെ അടിഭാഗത്തേക്ക് ഊറിക്കൂടും അല്ലേ? അതിനെ നമ്മൾ സെഡിമെൻറ്റേഷൻ എന്നാണ് വിളിക്കുക, സെഡിമെൻറ്റേഷൻ. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെറ്റിൽ അല്ലേ സ്ലോലി അണ്ടർ ഗ്രാവിറ്റി. ഇറ്റ് ഈസ് നോൺ ആസ് സെഡിമെൻറ്റേഷൻ. അപ്പം സെറ്റിലിങ് വ്യത്യാസമുണ്ട്. ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യില്ല. സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യും. കൊളോയിഡ്സിലെ പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ടേ സെറ്റിൽ ചെയ്യൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് സെഡിമെൻറ്റേഷൻ. ഓക്കെ. ലൈറ്റിനോടുള്ള പ്രതികരണം, റെസ്പോൺസ് ടു ലൈറ്റ്. സൊല്യൂഷൻസ് പ്രകാശത്തെ കടത്തിവിടും, ട്രാൻസ്പെറൻറ്റ് എന്നാണ് പറയുക. സസ്പെൻഷൻ പ്രകാശത്തിനെ കടത്തിവിടില്ല, അതാര്യമാണ്, ഒപ്പാക്ക് എന്ന് വിളിക്കും, ഒപ്പാക്ക്. ഇത് സുതാര്യം, ഇത് അതാര്യം അല്ലെ, ഒപ്പാക്ക്. കൊളോയിഡ്സ് പ്രകാശത്തിനെ ഭാഗികമായി കടത്തിവിടും, പാർഷ്യലായി കടത്തിവിടും. അതിനെ ട്രാൻസ്ലുസെന്റ് എന്നാണ് പറയുക, ട്രാൻസ്ലുസെന്റ്. അപ്പോൾ കൊളോയിഡ്സ് ട്രാൻസ്ലുസെന്റ് ആണ്. നേച്ചർ, കൊളോയിഡ്സ് ഹെട്രോജീനിയസ് ആണ്, സസ്പെൻഷനും ഹെട്രോജീനിയസ് ആണ്. സൊല്യൂഷൻ എന്താണ് നമുക്കറിയാം, ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഈ മൂന്ന് പേരെയും നമ്മളൊന്ന് കമ്പയർ ചെയ്തു. ആരൊക്കെ? സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡ് മാത്രമാണ്, മറ്റ് രണ്ടുപേരെയും കൂടി എഴുതി എന്ന് മാത്രം. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. ഓക്കെ. ഈ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, ബൈ.